ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ സാമ്പാർ തയ്യാറാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. സാമ്പാർ തയ്യാറാക്കാനായിട്ട് ഞാൻ 3/4 കപ്പ് തൂരപ്പരിപ്പ്, സാമ്പാർ പരിപ്പ്, അത് നന്നായിട്ട് കുതിർത്തെടുത്തതാണ് കേട്ടോ. അത് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. കുതിർക്കാതെ നമുക്ക് പരിപ്പ് കുക്ക് ചെയ്തെടുക്കാം, പക്ഷേ 2-3 വിസിൽ കൂടുതൽ അടിക്കേണ്ടി വരും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കണക്കാക്കി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്ക് ചെയ്യാൻ പാകത്തുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3/4 കപ്പ് പരിപ്പ് കുക്ക് ചെയ്യാനായിട്ട് 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോകാനായിട്ട് പാടില്ല കേട്ടോ, അല്പം കൂടി നിന്നാലും കുറഞ്ഞു പോകരുത്. ഇനി മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. കുതിർക്കാത്ത പരിപ്പാണെങ്കിൽ 4 വിസിൽ വരെ അടിക്കേണ്ടി വരും. ഇനി നമുക്ക് സാമ്പാറിന് ആവശ്യമുള്ള പുളി ഒന്ന് കുതിർത്തെടുക്കണം. ഞാനിവിടെ നെല്ലിക്ക വലുപ്പത്തിൽ വാളം പുളി ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം. ഒരു പാത്രത്തിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കുമ്പളങ്ങയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്യാരറ്റ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് കിഴങ്ങ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പടവലങ്ങ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാളയ്ക്ക് പകരം ചെറിയുള്ളി ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇനി എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഞാൻ 4-5 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് കൂടി എടുത്തിട്ടുണ്ട്. 4 വെണ്ടയ്ക്ക കട്ട് ചെയ്തത്, അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി 2 കട്ട് ചെയ്തത്, 2 മുരിങ്ങയ്ക്ക കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു വഴുതനങ്ങ ഇതുപോലെ നമ്മൾ വെള്ളത്തിൽ കാരം പോകാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വളരെ കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുക്ക് ചെയ്യാൻ പാകത്തുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ഒരേ സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വളരെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പരിപ്പ് വെന്തിട്ട് നമ്മൾ സ്റ്റീമൊക്കെ കളയാനായിട്ട് വെച്ചിരുന്നു. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഉടഞ്ഞു വരുന്ന പരുവത്തിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പുളിവെള്ളം പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. സാമ്പാറിൽ നമ്മൾ വേറുള്ള പൊടികളെ അപേക്ഷിച്ചിട്ട് മല്ലിപ്പൊടി അല്പം കൂടുതൽ ചേർക്കാറുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പുളിവെള്ളത്തിൽ നമ്മൾ മസാലയെല്ലാം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ സാമ്പാർ പൗഡർ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പൊടികളെല്ലാം പുളിവെള്ളത്തിൽ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസ് ഹാഫ് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പരിപ്പ് നന്നായിട്ട് വെന്തുടയണം കേട്ടോ, അപ്പോഴാണ് സാമ്പാറിന് നല്ല ടേസ്റ്റ് കിട്ടുക. ഈ പരിപ്പ് അതേപോലെ കിടന്നാൽ സാമ്പാറിന് ഒട്ടും ടേസ്റ്റ് കാണില്ല കേട്ടോ. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് വേറുള്ളത് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന വഴുതനങ്ങയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ വഴുതനയും മുരിങ്ങയ്ക്കൊക്കെ വളരെ പെട്ടെന്ന് കുക്കാകുന്ന വെജിറ്റബിൾസാണ്. അതുകൊണ്ടാണ് നമ്മൾ വെജിറ്റബിൾസ് ഹാഫ് കുക്കായതിനു ശേഷം ഇത് ചേർത്ത് കൊടുത്തത്. ഇനി മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് ഇതിന് വേണ്ട താളിപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് 3 ചുവന്നുള്ളി സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം തീരെ കുറച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൽ കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് വറ്റമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വറ്റമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഉള്ളിയുടെയൊക്കെ കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു ചെറിയ വഴുവഴുപ്പുണ്ടല്ലോ, അതൊന്ന് മാറുന്നത് വരെ കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടല്ലോ സാമ്പാറിൽ വെണ്ടയ്ക്ക അധികം ഉടഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി നല്ല ഉടഞ്ഞ രീതിയിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് വഴറ്റേണ്ട കാര്യമില്ല, ഡയറക്റ്റ് വെജിറ്റബിൾസിലിട്ട് കുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ വെണ്ടയ്ക്ക നന്നായി വഴന്നതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം.
തക്കാളിയും കൂടി ചേർത്തിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വെന്ത് ഉടയാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ തക്കാളിയും വെണ്ടയ്ക്കയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ, മസാല മിക്സ് ചെയ്ത പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളത്തിൻ്റെ അളവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊടികളൊക്കെ മിക്സ് ചെയ്ത പുളിവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ആ പുളിയുടെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. അങ്ങനെ പുളിവെള്ളത്തിന് നല്ല തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 2 പിഞ്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവപ്പൊടി അധികം ആകാൻ പാടില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രം മതിയാവും. ഇനി മുഴുവനായിട്ടുള്ള ഉലുവയാണ് ഉള്ളതെങ്കിൽ നമ്മൾ കടുക് താളിക്കുന്ന സമയത്ത് 2 പിഞ്ച് ഉലുവയും കൂടി ഇട്ടൊന്ന് താളിച്ചെടുക്കേണ്ടതാണ്. അങ്ങനെ പുളിവെള്ളം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങ് കുറുകാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസ് നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുളിവെള്ളവും മസാലയൊക്കെ ചേർത്ത് തിളപ്പിച്ച ആ കൂട്ടുണ്ടല്ലോ, അത് ഡയറക്റ്റ് നമുക്ക് വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിലെ കളറൊക്കെ കുറവായിട്ട് തോന്നുമെങ്കിലും ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് കേട്ടോ ഇതിൻ്റെ ആ കളറും ആ നല്ല ഫ്ലേവറൊക്കെ ഇറങ്ങുക. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം നല്ല തിള വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സാമ്പാർ നല്ല തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാർ എന്ന് പറയുമ്പോൾ അധികം അങ്ങ് ലൂസും അല്ല അധികം തിക്കും അല്ലാത്തൊരു കൺസിസ്റ്റൻസി വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി സദ്യ സാമ്പാറിൽ ഒരല്പം ശർക്കര ചേർക്കും കേട്ടോ. ഞാനൊരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഈ ശർക്കര കൂടി ചേർത്ത് കഴിയുമ്പോഴുണ്ടല്ലോ നമ്മുടെ സാമ്പാർ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ശർക്കര ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കരയുടെ അളവ് കൂടി പോകാനും പാടില്ല. ഇനി മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം കൂടി ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. സാമ്പാർ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ കയ്യിലുള്ള അത്യാവശ്യം വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഈ സാമ്പാർ തയ്യാറാക്കുന്നത്. അങ്ങനെ തിളയൊക്കെ വന്നിട്ട് നമ്മുടെ സാമ്പാർ നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിപ്പോൾ അല്പം ലൂസായിട്ടുള്ള പരുവത്തിലാണെങ്കിലും തണുക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള പരുവത്തിലായി കിട്ടും. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. ഉറപ്പായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതിനു മുമ്പ് നമ്മൾ ചാനലിൽ കുക്കറിലൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സാമ്പാറിൻ്റെയൊക്കെ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കയറി കണ്ടേക്കണേ. നല്ല നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.